നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എങ്ങനെ പോകുന്നു ലൈഫൊക്കെ? കരയ്ക്ക് പിടിച്ചിട്ട മീനിന്റെ അവസ്ഥ. ഒറ്റവാചകത്തിൽ വേണമെങ്കിൽ അങ്ങനെയും പറയാം. ജീവിതമില്ല, മരണവുമില്ല, പിടച്ചില് മാത്രം. ഏയ്, അതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പറഞ്ഞില്ലേ, ശാരദമ്മയെ കാണാൻ വേണ്ടി കൂടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ വരുന്നുണ്ട് വീട്ടിലേക്ക്. ആ, ഞാൻ ദേവനല്ലേ പറയുന്നേ. ശരി, എന്നാലേ ഇയാൾ വിട്ടോ, എനിക്ക് 1-2 മീറ്റിംഗ്സ് കൂടിയുണ്ട്. വീട്ടിലേക്ക് വന്നിട്ടല്ലേ ദൈവം മടങ്ങൂ. ആ, വരാന്ന് പറഞ്ഞില്ലേ. ആ, പിന്നെ അനുപല്ലവി, ശ്യാമേ. ആ ശ്യാമേ. കുഞ്ഞേച്ചി, ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുക? ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം എനിക്ക് ഇവിടുന്ന് വിളിക്കാൻ, അറിയോ? നീ കാര്യം പറ. കുഞ്ഞേച്ചിയോട് ഞാൻ ചെയ്യുന്ന ദ്രോഹമായിരിക്കും. ഇനിയെങ്കിലും ഇത് പറയാതിരുന്ന. വിഷ്ണുവേട്ടന് കല്യാണാലോചനകൾ നടക്കുന്ന കാര്യം കുഞ്ഞേച്ചിക്ക് അറിയാലോ. അതിലിപ്പോ ഏതെങ്കിലും ഒന്ന് നടത്തണമെന്നുള്ള വാശിയില്ല സത്യമ്മ. അതൊരു പുതിയ കാര്യമൊന്നും അല്ലല്ലോ. കുഞ്ഞേച്ചി പക്ഷെ പഴയതുപോലെ അല്ല. ഇത്തവണ എന്തെങ്കിലും ഒന്ന് നടക്കും. വിഷ്ണുവേട്ടൻ നിസ്സഹായന കുഞ്ഞേച്ചി. പറഞ്ഞ സമയത്തിനുള്ളിൽ കുഞ്ഞേച്ചിയെ കണ്ടുപിടിക്കാനായില്ലെങ്കിൽ ഡിവോഴ്സിന് സമ്മതിക്കാമെന്നായിരുന്നല്ലോ സത്യമായിട്ടുള്ള ധാരണ. കുഞ്ഞേച്ചിയാണെങ്കിൽ വിഷ്ണുവേട്ടൻ ഇതുവരെ പിടികൊടുത്തതുമില്ല. അപ്പോ ഞാനായോ കുറ്റക്കാരി? അയ്യോ, കുഞ്ഞേച്ചിയെ ഞാൻ കുറ്റപ്പെടുത്തിയതല്ല. മതി, പറഞ്ഞു വന്നത് എന്താന്ന് എനിക്ക് മനസ്സിലായി. എന്ത് വന്നാലും ഞാൻ ഉൾക്കൊള്ളാൻ തയ്യാറാവണം. നിനക്കൊരു കുഴപ്പവും വരാൻ പാടില്ല, അതല്ലേ? അയ്യോ കുഞ്ഞേച്ചി, ഞാൻ അങ്ങനെയൊന്നും. നീ പേടിക്കണ്ട ശ്യാമ. എല്ലാം ഉൾക്കൊള്ളാൻ തയ്യാറായി തന്നെയാ നിന്റെ കുഞ്ഞേച്ചി ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് വേണ്ടതായ ജീവിതവും തീരുമാനങ്ങളും ഒക്കെ ഉണ്ട്. കുഞ്ഞേച്ചി, ഞാൻ ഹലോ കുഞ്ഞേച്ചി, ഹലോ. എന്തു പറ്റി മാഡം? ഒന്നും പറ്റിയതല്ല അനു. ദൈവത്തെ കബളിപ്പിച്ച് പുതിയൊരു ജന്മവും ജീവിതവും സ്വീകരിച്ച ആളാ ഞാൻ. ഇപ്പോ 3ാമതൊരു ജന്മത്തിന് കൂടി സമയമായെന്ന് തോന്നുന്നു. രാമേട്ടാ, വണ്ടി നിർത്ത. ദേവ, ശാലിനി, വാട്ട് എ
പ്ലസന്റ് സർപ്രൈസ്. പ്ലസന്റ് സർപ്രൈസ്. ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിനക്കറിയില്ലടാ ചേട്ടാ. എനിക്കറിയാമോ എന്ന് പറഞ്ഞാ ഞാൻ മധുരയിൽ പോരുന്നതിന് മുമ്പ് നല്ല വൃത്തിയായി നിന്നോട് പറഞ്ഞിരുന്നല്ലേടാ ചേട്ടാ തിരുവനന്തപുരത്തിന് ട്രാൻസ്ഫർ എന്ന്. ഓ, ഇപ്പൊ ഓർമ്മ വന്നു. ശാലിനി മാഡമാണ് ഇവിടുത്തെ ചക്രവർത്തിനി എന്നും ഈ ജില്ലയിൽ വരുമ്പോ മുഖതാവിൽ ദർശനം നൽകണമെന്നും അരുളപ്പാടുണ്ടായിരുന്നു. അതെ, അങ്ങനെ തന്നെ. ഇവിടുത്തെ ചക്രവർത്തിനിയൊന്നും അല്ലെങ്കിലും ചെറിയൊരു ഇളമുറ തമ്പുരാട്ടിയായിട്ട് വരും ഞാൻ. എന്റെ അനുവാദം ഇല്ലാതെ ഇവിടെ ചുറ്റിത്തിരിയുന്ന എന്തിനാന്നാ ഞാൻ ചോദിച്ചേ. അത് പിന്നെ എന്താടാ ചേട്ടാ, മദാമ്മമാരുടെ കോവളും തൃശൂർ പൂരവും ബേക്കൽ ഫോട്ടോ ഒക്കെ കാണിച്ച് കാശടിക്കുന്ന പരിപാടി വീണ്ടും തുടങ്ങിയോ? അതൊന്നുമല്ലെന്ന്. പിന്നെ വെള്ളിമുങ്ങി ഗജരാജമുത്തും ഇരുതലമൂരിയൊക്കെയാണോ? പൊന്നു മോനെ, എന്റെ കൈ തന്നെ വന്ന് വീഴുവേ, പറഞ്ഞില്ലെന്ന് വേണ്ട. അതൊന്നുമല്ല ശാലിനി. പിന്നെ നീ എന്തിനാ എന്റെ അടുത്ത് ഒളിച്ചു കളിക്കുന്നെന്നാ ഞാൻ ചോദിച്ചേ. ഇനി പഴയ കാമുകിമാര് വല്ലതുമാണോ? എന്റെ പെർമിഷൻ ഇല്ലാതെ അവരുടെ പിന്നാലെ പോവാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ കൊന്നു കളയും ഞാൻ. പൊന്നു ശാലിനി, ഞാനൊന്ന് പറഞ്ഞോട്ടെ? ശരി, പറ. എടോ, ഒരു ബിസിനസ് ഡീൽ ഉണ്ടായിരുന്നു. കോടികൾ മറിയുന്നതാ. സമ്മതിച്ചു. പക്ഷേ ഇവിടെ വന്നിട്ട് എന്നെ കാണാതെ മുങ്ങുന്ന എന്തിനാന്നാ ഞാൻ ചോദിച്ചത്. ഇവിടെ ഞാനുണ്ടെന്നുള്ള കാര്യം മറന്നു എന്ന് പറഞ്ഞതേ, അത് കള്ളമാണെന്ന് മനസ്സിലായി. ദേവനെ എന്നെ എളുപ്പം മറക്കാൻ പറ്റില്ല എന്നും അറിയാം. എടോ, അത് വേറൊന്നുമല്ല. ഒരു കോക്ടെയിൽ പാർട്ടിയിൽ വെച്ചായിരുന്നു ബിസിനസ് ഡീൽ. പോരെ? അപ്പൊ 2 എണ്ണം വീശി അല്ലേ? അതെ, 2 എണ്ണം മാത്രം. ദേവാ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെയാ മാഡം ഞാൻ മാഡത്തെ കാണാൻ വരാതിരുന്നത്. ശരി, ഇനി എന്താ പരിപാടി? എന്തായാലും ഇന്ന് മടക്കമില്ല, സ്റ്റേ ആണ്. എന്നാ വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. റിസോർട്ടിലാ സ്റ്റേ, പാക്കേജിന്റെ ഭാഗമാ. എങ്കിലും ഇവിടെ വന്നിട്ട് ദൈവം വേറെ റൂം എടുത്ത് താമസിക്കാന്ന് പറഞ്ഞ. സാരമില്ല ശാലിനി, ഇയാളുടെ പരാതിയും പരിഭവമൊക്കെ തീർക്കാൻ കൂടി വേണ്ടിയാ ഞാൻ വന്നത്. ബിസിനസ് ഡീൽ മാത്രമല്ല മനസ്സില്. എങ്ങനെ പോകുന്നു ലൈഫൊക്കെ? കരയ്ക്ക് പിടിച്ചിട്ട മീനിന്റെ അവസ്ഥ. ഒറ്റവാചകത്തിൽ വേണമെങ്കിൽ അങ്ങനെയും പറയാം. ജീവിതമില്ല, മരണവുമില്ല, പിടച്ചില് മാത്രം. അതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പറഞ്ഞില്ലേ, ശാരദമ്മയെ കാണാൻ വേണ്ടി കൂടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ വരുന്നുണ്ട് വീട്ടിലേക്ക്. ഞാൻ ദേവനല്ലേ പറയുന്നേ. ശരി, എന്നാലേ ഇയാൾ വിട്ടോ, എനിക്ക് 1-2 മീറ്റിംഗ്സ് കൂടിയുണ്ട്. വീട്ടിലേക്ക് വന്നിട്ടല്ലേ ദൈവം മടങ്ങൂ. വരാന്ന് പറഞ്ഞില്ലേ? പിന്നെ മീറ്റിങ്ങുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പെഗിന്റെ എണ്ണവും കൂട്ടണ്ട. ഇല്ലടോ. ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.